ഹായ് ഹലോ നമസ്കാരം. ട്രേഡിംഗ് ബിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വീഡിയോ ആണ് ഇന്നിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത് കൂടാതെ എനിക്ക് SL അടിച്ചിട്ടുണ്ടോ, അതോ പിന്നെ എനിക്ക് പ്രോഫിറ്റ് മാത്രമാണോ ഞാൻ ബുക്ക് ചെയ്യുന്നത്, അതോ എനിക്ക് സ്റ്റോപ്പ് ലോസുകളും വരാറുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നതിലൂടെ ഈ വീഡിയോയിലൂടെ നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിരുന്ന 1-2 ട്രേഡ്സിൻ്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഇതിനകത്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഒരു ട്രേഡായിരുന്നു, 1-2 ട്രേഡ്സ് ഞാൻ എടുത്തിരുന്നു. അതിനകത്തിലൊരു ട്രേഡ്സ് ആയിരുന്നു ഈ JWL. അപ്പോൾ അതിനകത്തിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ആണ് ബുക്ക് ചെയ്തത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ ആരും കണക്കാക്കണ്ട. സ്റ്റോപ്പ് ലോസ് കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ളതാണ് ട്രേഡിങ്ങിലെ മെയിൻ കാര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്റ്റോപ്പ് ലോസിലേക്ക് ക്യാൻഡിൽസ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് കുറച്ചും കൂടെ നീക്കി താഴോട്ട് വെക്കാം, ചിലപ്പോൾ അത് അവിടം വരെ വന്നിട്ട് അങ്ങ് മുകളിലേക്ക് പോകും. ഇങ്ങനെയൊക്കെയുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഇതിലൊന്നും സ്റ്റോപ്പ് ലോസ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഈ ജൂപ്പിറ്റർ വാഗൺസിൽ 5% ഞാൻ മാക്സിമം 5% വരെ ഹോൾഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടം വരെയായിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, മാർക്കറ്റ് ചിലപ്പോൾ ഇവിടം വരെ എത്തിയപ്പോൾ ഞാൻ വിചാരിക്കുക സ്റ്റോപ്പ് ലോസ് ഇവിടോട്ട് മാറ്റി വെക്കാം, ചിലപ്പോൾ ഇവിടം വരെ വന്നിട്ട് തിരിച്ച് മാർക്കറ്റ് കയറിപ്പോയാലോ. പക്ഷേ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. പിന്നെയും നിങ്ങൾ പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താലും വേണ്ടിയില്ല, സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അതുകൊണ്ട് കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒന്നുകിൽ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് 3% ആയിരിക്കും ഞാൻ വെക്കുന്നത്. അതല്ല എനിക്ക് കുറച്ചും കൂടെ അതിനകത്തിൽ വ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം 5% വരെ, അതായത് 5% അപ്പുറത്തോട്ട് ഞാൻ പിന്നെ ഒരിക്കലും അത് ഹോൾഡ് ചെയ്യാറില്ല. കാരണം അത് 5% കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മുകളിലേക്കോ എവിടോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ, അത് എന്നെ ബോധർ ചെയ്യുന്ന കാര്യമല്ല. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാനെ കൊണ്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ട്രേഡ് JWL ഇതായിരുന്നു ട്രേഡ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ എടുത്തതിൻ്റെ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ താഴെ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിരുന്നു. ഫസ്റ്റ് റീസൺ ഇതായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്കൗട്ട് എനിക്ക് കിട്ടി. പിന്നെ അതുകൂടാതെ ആ ഒരു ക്യാൻഡിലിൽ അത്യാവശ്യം വോളിയം ഉണ്ട്. ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്കൗട്ട് ചെയ്ത സമയത്താണ് ഞാൻ എടുത്തിട്ട് നമ്മൾ വിചാരിച്ച പോലെ സ്റ്റോക്ക് മുകളിലേക്ക് പോയില്ല. സ്റ്റോക്ക് ഒന്ന് ട്രേഡ് എൻട്രി ഒക്കെ ചെയ്തിട്ട് നേരെ താഴോട്ട് വന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, ഞാൻ ഇന്നലെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് ഇറങ്ങി. ഓക്കെ, ഇതായിരുന്നു എൻ്റെ ഒരു ട്രേഡ്. രണ്ടാമത്തെ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, എനിക്ക് പതിവ് പോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഞാനിവിടെ കണ്ടിരുന്നു. ഒരു റീസൺ അതാണ്. പിന്നെ രണ്ടാമത്തെ, ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്താണ് എടുത്തത്. ഇവിടെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ബ്രേക്കൗട്ട് എനിക്കിവിടെ കിട്ടി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കാരണം എനിക്കിപ്പം വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടിപ്പോകുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ സ്വിംഗ് ട്രേഡ്സ് എടുക്കുന്ന എല്ലാം ഏകദേശം ഒരു 90%ഓളം ഞാൻ ഒരേ പാറ്റേണിൽ തന്നെയുള്ള ട്രേഡ്സ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തു. അതെനിക്കൊരു റീസൺ ആയിരുന്നു. രണ്ടാമത്തേത്, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, നല്ലൊരു ക്യാൻഡിൽ എനിക്ക് ബ്രേക്കൗട്ട് ക്യാൻഡിലായിട്ട് കിട്ടി. അതിന് നല്ല അത്യാവശ്യം വോളിയം ഉണ്ടായിരുന്നു അല്ലേ. ആ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്കൗട്ട് ചെയ്ത സമയത്താണ് ഞാൻ എൻട്രിയിൽ കയറിയത്. അതുകൂടാതെ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലൊരു പാറ്റേൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാറ്റേൺ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെയാണ് എൻ്റെ ടാർഗറ്റ് വരുന്നത്. പക്ഷേ സ്റ്റോക്ക് ഒരുപാട് ഇന്നിപ്പോൾ മുകളിലോട്ട് കയറിപ്പോയി. ഒരു 29%ഓളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് ഏകദേശം ഞാൻ ഒരു 10% ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ വന്നപ്പോൾ, ഇന്നലെ തന്നെ എനിക്ക് 10% എനിക്ക് അച്ചീവായി. ഓക്കെ, ഞാൻ പിവട്ടും കൂടി ഇട്ടിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്കിവിടെ ഒരു 10%ഓളം അച്ചീവായ സമയത്ത് ഞാൻ ഇറങ്ങി മാറി. പക്ഷേ അത് ഇന്നിപ്പോൾ നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അത് എന്നെ ബോധർ ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. എനിക്കും ഇതേപോലെയുള്ള ഇമോഷൻസ് പ്രോബ്ലംസ് ആദ്യകാലങ്ങളിലുണ്ടായിരുന്നു. പിന്നെ എനിക്കത് മനസ്സിലായി. ഇതിപ്പോൾ ആദ്യകാലങ്ങളിലാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് കാണുന്നതെന്നുണ്ടെങ്കിൽ, ദൈവമേ, അതെനിക്ക് ഇത്രയും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലല്ലോ, 3 ഇരട്ടിയാണല്ലോ എനിക്ക് പ്രോഫിറ്റ് മിസ്സായത്. പക്ഷേ ഞാൻ പിന്നെയും അടുത്ത ഒരു സ്റ്റോക്കിൽ ഇതുപോലെ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു കിട്ടിയ 10% കൂടെ നേരെ തിരിച്ച് താഴോട്ട് പോയി എൻ്റെ SL അടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ആയി കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കുക, അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അതിലൂടെ ചെറിയ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും
കൺസിസ്റ്റൻസിയോട് കൂടി പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്, ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒഴിവാക്കുക. നിങ്ങൾ മാക്സിമം ട്രേഡിങ്ങിനെ കൺസിസ്റ്റൻസിയോട് കൂടി കൊണ്ടുപോകാനെ കൊണ്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു 2% ആണ് മന്ത്ലി നിങ്ങളുടെ പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ അത് അത്രയും മതി. അത് തന്നെ വലിയ സക്സസ് ആണ്. കാരണം അത് പെർ ഇയർലി ആകുമ്പോൾ 24% ആവുന്നു. അത് നല്ല റിട്ടേൺ ആണ്, ഒരു ഹ്യൂജ് റിട്ടേൺ ആണ് 24% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിനകത്ത് ലോസസ് ഉണ്ടാവും. എനിക്ക് ഒരിക്കലും ഞാൻ പറയില്ല ഞാൻ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം പ്രോഫിറ്റാണ്. കൂടുതലും ഞാൻ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനെ കൊണ്ട് ശ്രമിക്കും. പിന്നെ SL വന്നു കഴിഞ്ഞാൽ ഞാൻ ട്രയലിംഗ് SL മാക്സിമം യൂസ് ചെയ്യും. SL ഞാൻ പയ്യെ കയറ്റിക്കൊണ്ടായിരിക്കും പോകുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ണും പൂട്ടി ഇന്ന ഒരിടത്ത് SL എന്ന് പറഞ്ഞുകൊണ്ടിരിക്കില്ല. ഞാൻ SL അതായത് ട്രേഡ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട്, ക്യാൻഡിൽസ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റേതായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മെത്തേഡുണ്ട്. ആ ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് ഞാൻ ട്രailing സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എൻ്റെ ട്രേഡ്. ഇതിനകത്തിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1-2 സ്റ്റോക്കിൽ ഇന്നലത്തെ ആദ്യത്തെ ആ ഒരു ഫാൾ ഉണ്ടായ സമയത്ത് എൻ്റെ ട്രailing സ്റ്റോപ്പ് ലോസ് 1-2 ട്രേഡ്സിൽ ഹിറ്റായിട്ടുണ്ട്. ആ ട്രailing സ്റ്റോപ്പ് ലോസും ഹിറ്റായിട്ടുണ്ട്. പിന്നെ എൻ്റെ JWL ഫസ്റ്റ് എൻ്റെ SL ട്രailing SL അല്ല സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്, അതും ഹിറ്റായി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ എൻ്റെ പ്രോഫിറ്റ് 19 ജൂൺ, എൻ്റെ നെയിം ഇവിടെ കിടപ്പുണ്ട്, വിഷ്ണു, 1520 രൂപയായിരുന്നു എനിക്ക് റിയലൈസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയത്. ഓക്കെ, അതായത് എൻ്റെ സ്റ്റോപ്പ് ലോസും ഒഴിച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെറുതും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന വലുതുമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറോൾ ഡേ എൻഡ് ആണെങ്കിലും മന്ത് എൻഡ് ആണെങ്കിലും ഇയർ എൻഡ് ആണെങ്കിലും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 1520 രൂപ റിയലൈസ്ഡ് പ്രോഫിറ്റ് കിട്ടി. ചാർജസ് 66 രൂപ പോയി. നെറ്റ് റിയലൈസ്ഡ് ആയിട്ട് എൻ്റെ കയ്യിലോട്ട് കിട്ടിയത് 1454 രൂപ എനിക്ക് 19-ാം തീയതി ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 6 ട്രേഡ്സ് ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസം മുൻപേയൊക്കെ എടുത്ത ട്രേഡ്സ് ആണ്. എക്സൈഡിലൊക്കെ ട്രailing സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതാണ്. JWL എൻ്റെ SL ഹിറ്റ് ചെയ്തു. ഗുജറാത്ത് ഗ്യാസിൽ എൻ്റെ ട്രailing SL ആണ് ഹിറ്റായത്. ഇതിനകത്തിൽ രാഷ്ട്രീയ കെമിക്കൽസിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റും. ഫെഡറൽ ബാങ്കിൽ ഞാനിപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ എൻട്രി റണ്ണിങ് ആണ്. ഫെഡറൽ ബാങ്കിൽ, സൺ TV-യിൽ അങ്ങനെ 3 ട്രേഡ്സ് എൻ്റെ റണ്ണിങ് ആണ്. ഇപ്പോൾ ഒരു 1050 രൂപയോളം ഇന്ന് പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എനിക്ക് കുറച്ചും കൂടെ ആണ് ടാർഗറ്റ് എക്സ്പെക്റ്റേഷൻ ഉണ്ട് അതിനകത്തിൽ. അപ്പോൾ അത് ഞാനിങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വലിയ ഹ്യൂജ് പ്രോഫിറ്റിന് വേണ്ടിയിട്ട്, അതായത് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് പൊയ്ക്കോ, കുഴപ്പമില്ല. പക്ഷേ അത് മാക്സിമം ട്രയൽ ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ എഫക്റ്റീവായ ഒരു ട്രയലിംഗ് മെത്തേഡ് കണ്ടുപിടിച്ച് അത് ട്രയൽ ചെയ്ത് പോവുക. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതും പ്രോഫിറ്റിനെ അതിൻ്റെ 1, 2, 3 മടങ്ങാക്കി വർദ്ധിപ്പിക്കാനെ കൊണ്ട് ശ്രമിക്കുക. ഇതായിരുന്നു എൻ്റെ ട്രേഡ്സ് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ബെൽസിൻ്റെ സർവീസിനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന സെയിം ട്രേഡ്സ് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ എടുക്കാനുള്ള നമുക്കൊരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. പ്രൈവറ്റ് വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനെ കൊണ്ട് നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഇൻട്രാഡേ ചെയ്ത് പോകുന്ന പോലെ തന്നെ അത്രയും ടെൻഷൻ ഇല്ലാതെ എനിക്ക് സ്വിങ് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് എല്ലാ ദിവസവും അത്യാവശ്യം ഒരു ചെറിയ പെർസെൻറ്റേജ് വെച്ചിട്ട്, എന്നാൽ ഞാൻ ഇതിനകത്തിൽ എടുക്കുന്നത് ഞാൻ വലിയ ഹ്യൂജ് ക്യാപ്പിലൊന്നും അല്ല എടുക്കുന്നത്. ഞാനൊരു 10 രൂപ 10,000 രൂപ വെച്ചിട്ടായിരിക്കും എൻ്റെ ട്രേഡ്സ് എപ്പോഴും ഞാൻ പിക്ക് ചെയ്യാറുള്ളത്. ഇതാണ് കണ്ടില്ലേ, ഇത് സൺ TV-യിൽ ഞാനൊരു 10 രൂപ, ഫെഡറൽ ബാങ്കിൽ ഞാനൊരു 10 രൂപ, LG-യിൽ ഞാനൊരു 10 രൂപ, ഇങ്ങനെയാണ് 10 രൂപയിൽ കൂടുതൽ. അതൊരു മണി മാനേജ്മെൻ്റ് ആണ്. നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പർ റിസ്ക്കും മണി മാനേജ്മെൻറ്റും ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാനെ കൊണ്ട് 100% പറ്റും. അപ്പം നിങ്ങൾക്കും അതേ വഴിയിലൂടെ തന്നെ പോകുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എൻ്റെ നമ്പർ ഞാൻ ഒന്നുകൂടെ ഇവിടെ നോട്ട് ചെയ്യാം. ഓക്കെ, 8075061699. ഓക്കെ, ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.